കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാർ ജയകുമാർ, വേണുഗോപാൽ എന്നിവർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6-ന്റേതാണ് വിധി. പ്രതികൾ 1 ലക്ഷം രൂപ വീതവും കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനാൽ സർക്കാരും പലിശ സഹിതം 2 ലക്ഷം രൂപയും കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ അമ്മ രാജമ്മയ്ക്ക് നൽകാനും വിധിയായിട്ടുണ്ട്. പ്രതികളായ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഓഫീസിലെ എസ്ഐ ജയകുമാർ, ഇരുവിപുരം സി സ്റ്റേഷനിലെ എസ്ഐ വേണുഗോപാൽ എന്നിവർക്ക് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കുറ്റം സമ്മതിക്കാൻ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതിന് 348 വകുപ്പ് പ്രകാരം 2 വർഷം തടവും 10,000 രൂപ പിഴയും ഒടുക്കണം. തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കഠിന തടവും പ്രതികൾ അനുഭവിക്കണം. കൂടാതെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനാൽ 2 ലക്ഷം രൂപയ്ക്ക് 9 വർഷത്തേക്ക് 7.85% പലിശ സഹിതം സർക്കാരും പിഴ അടയ്ക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ അമ്മയ്ക്കാണ് നൽകേണ്ടത്. ഇത് ഒരു പോലീസ് കസ്റ്റഡിയിൽ നടന്ന മരണം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് 2 ലക്ഷം രൂപ രാജേന്ദ്രന്റെ അമ്മ രാജമ്മയ്ക്ക് നൽകണമെന്നുള്ള വിധി കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട രാജേന്ദ്രന്റെ സഹോദരി പറഞ്ഞു. സത്യം എപ്പോഴായാലും ജയിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു വർഷം ഇത്ര നാൾ വരെ ഇത് പോയത്. 2005 ഏപ്രിൽ 6-നായിരുന്നു മൊബൈൽ മോഷ്ടിച്ചെന്നാരോപിച്ച് കൊട്ടാരക്കര സ്വദേശിയായ രാജേന്ദ്രനെ കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു കൊന്നത്. ക്രൈം സ്ക്വാഡിലുണ്ടായിരുന്ന ജയകുമാറും വേണുഗോപാലുമായിരുന്നു രാജേന്ദ്രനെ മർദ്ദിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KH ചരചന്ദ്രൻ ഇതാണ് വിധി. റിപ്പോർട്ടർ, കൊല്ലം.